നമസ്കാരം. ശ്രീകണ്ഠപുരം പട്ടണം നഗര സൗന്ദര്യവൽക്കരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 6 മാസക്കാലമായി ഇതിൻ്റെ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട് അതിൻ്റെ ഭാഗമായി മനോഹരമായ ഒരു ടൗൺ സ്ക്വയറും നമുക്കായി പണി കഴിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ സ്ഥല പരിമിതിയിൽ ബുദ്ധിമുട്ടുന്ന ശ്രീകണ്ഠപുരം പട്ടണത്തിലാണ് ഇന്നും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇത് വ്യാപാരികളിലും നാട്ടുകാരിലും കനത്ത പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം മുതിരുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ അന്വേഷണം. നഗര സൗന്ദര്യം കൂടി നടപ്പാതകൾ വന്നു. സർക്കാർ ഖജനാവിൽ നിന്നും 5 കോടി ചിലവഴിച്ച് ടൗൺ സ്ക്വയർ ഉൾപ്പെടെ പണിതു. എന്നിട്ടും ശ്രീകണ്ഠപുരം ടൗണിൻ്റെ പരാതികൾ തീരുന്നില്ല. പൊതുപരിപാടികളും രാഷ്ട്രീയ പൊതുയോഗങ്ങളുമെല്ലാം ഇപ്പോഴും നടക്കുന്നത് ടൗൺ കേന്ദ്രീകരിച്ച് തന്നെ. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടി നേതൃത്വം ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയറിനെ പൊതുപരിപാടികൾക്കായി ഉപയോഗിക്കാത്തത് എന്ന ചോദ്യമാണ് ശ്രീകണ്ഠപുരത്തെ വ്യാപാരികളും ചോദിക്കുന്നത്. ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെയുള്ള അധികാരികൾക്കും മുനിസിപ്പാലിറ്റിക്കൊക്കെ പലതരത്തിലുള്ള നിവേദനങ്ങളും ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മറ്റിതര സംഘടനകളൊക്കെ ബസ് സ്റ്റാൻഡിൽ അവരുടെ പൊതുയോഗങ്ങളും അനുശോചന യോഗങ്ങളും അതുപോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക മൂലം ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന കച്ചവടക്കാർക്കുണ്ടാകുന്ന കച്ചവട മാന്ദ്യം, അവരുടെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പല പ്രാവശ്യം ഞങ്ങൾ ഇവിടുത്തെ അധികാരികളുടെ മുമ്പിൽ എത്തിച്ചതാണ്. അന്നൊക്കെ പറഞ്ഞത് ശ്രീകണ്ഠപുരം ടൗണിൽ മറ്റ് സ്ഥലങ്ങളില്ല, ഒരു പരിപാടി നടത്താൻ പറ്റിയ സ്ഥലം ശ്രീകണ്ഠപുരത്തില്ല. അപ്പം അതിൻ്റെ ഭാഗമായി ശ്രീകണ്ഠപുരം ടൗണിൽ പരിപാടികൾ നടത്തുന്നു, പൊതുയോഗങ്ങൾ നടത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അന്ന് ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് ഏതാണ്ട് 5 കോടിയോളം രൂപ മുടക്കി ശ്രീകണ്ഠപുരം ടൗണിനെ സൗന്ദര്യവൽക്കരിച്ച് ഇവിടെയുള്ള പൊതുയോഗങ്ങളും മറ്റും നടത്താൻ വേണ്ടി ഒരു ടൗൺ സ്ക്വയർ ഉണ്ടാക്കി. ഈ ഘട്ടത്തിലെങ്കിലും വ്യാപാരികളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അധികാരികൾ തയ്യാറാവണം. അവർക്ക് ഈ വൈകുന്നേരങ്ങളിൽ ഒക്കെ രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ നടക്കുന്ന ഈ പൊതുപരിപാടികൾ, വഴി തടഞ്ഞുകൊണ്ടുള്ള പരിപാടികൾ, അത് വഴി കടന്നു പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇതൊക്കെ വ്യാപാരികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു വ്യക്തി കടയിലേക്ക് കയറി വരുമ്പോൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക മൂലം അയാൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നു. പിന്നീട് ഈ മറ്റു തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിച്ചിട്ട് അവർ ഈ ടൗണെ വിട്ടു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിലാണ് കച്ചവടക്കാർ മുനിസിപ്പാലിറ്റി ആയാലും മറ്റുള്ള അധികാരികളെയൊക്കെ ഇത്തരം ആവശ്യങ്ങളുമായിട്ട് പോകുന്നത്. ഈ സമയത്തൊക്കെ പല ഒഴിവുകഴിവുകളും പറഞ്ഞ് അവരുടെ പരിപാടി നടത്തി അവർ പോകുന്നല്ലാതെ വ്യാപാരികളോ അവരുടെ പ്രശ്നങ്ങളോ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി, ശ്രീകണ്ഠപുരം യൂണിറ്റ്, ശ്രീകണ്ഠപുരത്തെ SHO, ശ്രീകണ്ഠപുരം പോലീസ് സ്റ്റേഷനിലെ SHOയും മുനിസിപ്പൽ അധികൃതർക്കും മുനിസിപ്പൽ ചെയർപേഴ്സണും ഒരു നിവേദനം തയ്യാറാക്കി ഇവിടെയുള്ള കച്ചവടക്കാരുടെയൊക്കെ ഒപ്പ് ശേഖരിച്ച് നിവേദനം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ നാളെ കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ പശ്ചാത്തലമാണ് നേതാര വിഷൻ ഇങ്ങനെ ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നത്. ഞാൻ നിങ്ങളുടെ ഉദ്യമത്തെ ഞാൻ ശ്ലാഘിക്കുകയാണ്. അപ്പോൾ ഇത്തരം പരിപാടികൾ ഇത് നമ്മുടെ വ്യാപാരികൾ, അധികാരികൾ വളരെ ഗൗരവത്തോടു കൂടി ഇനി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. ആരൊക്കെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇത് ഇല്ലായ്മ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇവിടെയുള്ള അധികാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ ആലോചിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി ഇവിടെയുള്ള കച്ചവടക്കാരെ ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ സൗന്ദര്യവൽക്കരണം കൊണ്ട് നമ്മുടെ ശ്രീകണ്ഠപുരത്തിന് വലിയ അംഗീകാരം കിട്ടിയിരിക്കും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ബത്തേരി ടൗൺ നോക്കൂ അല്ലെങ്കിൽ മറ്റുള്ള ടൗൺ നോക്കൂ എന്ന് പറയുന്നിടത്ത് ശ്രീകണ്ഠപുരം ടൗൺ നോക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനന്ത നടപടികൾ എന്ന നിലക്ക് ആ ടൗൺ സ്ക്വയർ എന്തിനു വേണ്ടി സ്ഥാപിച്ചു എന്നുള്ളത് പോലെ അതുപോലെ തന്നെ ആ ടൗൺ സ്ക്വയറിൻ്റെ പ്രവർത്തിച്ചതിൻ്റെ കാരണങ്ങൾ കൂടി അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് വരാനുണ്ട്. അത് പ്രാവർത്തികമാക്കേണ്ടത് PWD ആണ്. PWD അത് മുനിസിപ്പാലിറ്റിക്ക് കൈമാറുകയും അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എല്ലാ പരിപാടികളും അവിടത്തേക്ക് വരുന്ന രീതിയിലേക്ക് വരണം. അത് മാത്രം പോലെ, അതുകൊണ്ട് മാത്രം ഒരു വികസനം ഉണ്ടാവില്ല. ആഴ്ചച്ചന്ത പോലെയുള്ള കാര്യങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അവിടെ നടത്തുന്ന ഒരു സംവിധാനം വരണം.
ശ്രീകണ്ഠപുരത്തെ വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇവിടെ രാവിലെയാണ് കുറച്ച് കസ്റ്റമർ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളാണ് കുറച്ച് കസ്റ്റമർ നമ്മുടെ കടയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സമയങ്ങൾ, അപ്പോൾ കാര്യമായിട്ട് കസ്റ്റമർ വരുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരമാണ്. ഈ വൈകുന്നേരങ്ങളിൽ സാമാബസാറിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കസ്റ്റമർക്ക് തടസ്സമായിക്കൊണ്ട് നമുക്കറിയാം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുയോഗങ്ങൾ നമ്മുടെ സാമാബസാറിലെ കവാടത്തിന് മുന്നിലായിക്കൊണ്ട് നടത്തുന്നുണ്ട്. അപ്പോൾ സാമാബസാറിൻ്റെ ഉള്ളിലെ കടയിലേക്ക് പൊതുജനങ്ങൾക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ അവിടത്തേക്കുള്ള എൻട്രൻസ് പോലും അടച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പരിപാടികൾ ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ടൗൺ വികസനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ നഗരസഭ സൗന്ദര്യവൽക്കരണം നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് നല്ല അതിമനോഹരമായൊരു ടൗൺ സ്ക്വയറുടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആയിക്കൊണ്ടും ആ ഒരു നിർമ്മിച്ച ആ ഒരു വേദി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വ്യാപാരികൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം ടൗണിൽ മേക്ക് പെർമിഷൻ അനുവദിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ അവരുടെ പ്രവർത്തകരും ഇത് ഈ വ്യാപാരികളുടെ ഈ ഒരു ദയനീയ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ആ ടൗൺ സ്ക്വയർ ഉപയോഗപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഭരണസമിതി അംഗങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുപരിപാടികൾക്കും പരിപാടി നടത്തുന്നതിന് വേണ്ടി ടൗൺ സ്ക്വയർ മാത്രം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു നിയമം കൊണ്ടുവരണം എന്നാണ് നമുക്ക് വിനീതമായി ഭരണസമിതിയോടും മുനിസിപ്പാലിറ്റി അധികൃതരോടും പറയാനുള്ളത്. രാഷ്ട്രീയ പാർട്ടികളുടെ കോർണർ യോഗം പോലുള്ള കാരണം നമുക്ക് ഒരു പ്രദേശം കുറച്ച് വികസനത്തിൻ്റെ ഒരു മാർഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു കോർണർ യോഗം പോലെ നമ്മുടെ വ്യാപാരികളുടെ മുമ്പിൽ തന്നെ ഇച്ചിരി ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഇപ്പം കാണുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. അത് ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും രാഷ്ട്രീയ പാർട്ടികളോട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. ദേശീയ പാർട്ടികളുടെ സമ്മേളനം പോലും ഇവിടെ ദുഃഖകരാവസ്ഥയാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റി ആയ ഇതിക്ക് സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ടൗണായി മാറുന്ന സമയത്ത് പിന്നെ മുനിസിപ്പാലിറ്റി അതിന് വിപുലമായ സ്റ്റേജ് ഒരുക്കിയ അങ്ങോട്ട് തന്നെ വേദി മാറ്റണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കേരള സർക്കാർ ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയർ നിർമ്മാണത്തിന് 5 കോടി, അതായത് നഗര ശുചീകരണത്തിന് 5 കോടി ചില്ലറ പാസ്സാക്കി. അത് കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടി നടത്തുന്നത് നമുക്ക് ഈ എത്രയോ കച്ചവടക്കാർ ഇവിടെ ഈ കിടക്കുന്ന ഇവിടെ വന്ന് പെർമിഷൻ ഇല്ലാതെ വഴിവരയില്ലാതെ സ്ത്രീകളൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ പോകുന്നത്. ഞാൻ പല പ്രാവശ്യം പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. അതുകൊണ്ട് ശക്തമായ മൈക്ക് പെർമിഷൻ അടക്കം കൊടുക്കാൻ പാടില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും കൊടുക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ കച്ചവടക്കാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ മൈക്ക് പെർമിഷൻ അടക്കം നിരോധിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വെക്കുന്ന പരിപാടികൾ ടൗൺ സ്ക്വയറിൽ തന്നെ നിർബന്ധമായിട്ടും വെക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ശ്രീകണ്ഠപുരം ടൗൺ വികസനത്തിനായി 5 കോടി തുക വകയിരുത്തിയത്. നിർമ്മാണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കി. ടൗൺ സ്ക്വയർ ഉദ്ഘാടനം ഉൾപ്പെടെ മന്ത്രി മുഹമ്മദ് റിയാസാണ് നിർവഹിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ടൗൺ സ്ക്വയറിൽ പരിപാടികളോ നടക്കാറില്ല. കഴിഞ്ഞ ഓണനാളുകളിൽ വഴിയോര കച്ചവടക്കാർക്ക് മാത്രമാണ് ഇവിടെ വിൽപ്പനകളും പരിപാടികളും നടന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങുകൾ നടത്തുന്ന ബസ് സ്റ്റാൻഡിലാണ്. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്നി പിരിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ടൗൺ സ്ക്വയറിൽ നിൽക്കുക. അല്ലെങ്കിൽ ടൗൺ സ്ക്വയറിൽ നിന്ന് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളുടെ തൊഴിലാളികൾക്ക് ആ സ്ഥലം വിട്ടു തരിക. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന ശ്രീകണ്ഠപുരം ടൗൺ മറ്റ് സമീപ ടൗണുകളെ അപേക്ഷിച്ച് വൻ വികസന കുതിപ്പാണ് 5 കോടി സർക്കാർ പദ്ധതിയിൽ നടപ്പിലാക്കിയത്. പക്ഷേ ഇന്നും കോടികൾ മുടക്കി പണിത ടൗൺ സ്ക്വയറിനെ ഉപയോഗപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പൊതുയോഗം സംഘടിപ്പിക്കുന്നത് വ്യാപാരികളിലും പൊതുജനങ്ങൾക്കിടയിലും കടുത്ത പ്രതിഷേധത്തിന് കാരണമാകുന്നു. ശ്രീകണ്ഠപുരം നഗരസഭയുടെ നഗരവികസന പദ്ധതിയുടെ ഭാഗമായി പണിത പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയർ. ശ്രീകണ്ഠപുരം ടൗൺ സ്ക്വയർ ഉദ്ഘാടനം കഴിഞ്ഞ് നാളുകളേറെയായിട്ടും അവിടെ പരിപാടികളൊന്നും നടക്കുന്നില്ല. ചുരുക്കം പേരിന് 1-2 പരിപാടികൾ നടന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ പരിപാടികളും രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ സംഘടനകളായിക്കോട്ടെ എല്ലാ പരിപാടികളും ഇപ്പോഴും ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കച്ചവടക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന ഇത്തരം പരിപാടികൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട്
എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ നഗരസഭ തയ്യാറാണെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന ഇത്തരം പരിപാടികൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ടൗൺ സ്ക്വയറിൽ തന്നെ നടത്തുന്നതിനുള്ള സംവിധാനം നഗരസഭ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീകണ്ഠപുരത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികൾ ബസ് സ്റ്റാൻഡിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾക്ക് ഒരു അസൗകര്യമുണ്ട് എന്ന രീതിയിലുള്ള ഒരു സംസാരം വന്നിരിക്കുകയാണ്. അപ്പോൾ കാലാകാലങ്ങളായി ശ്രീകണ്ഠപുരത്ത് പരിപാടി നടത്തുന്നത് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ വെച്ച് തന്നെയാണ്. പക്ഷേ തൊട്ടപ്പുറം അതിമനോഹരമായ ഒരു ടൗൺ സ്ക്വയർ നിർമ്മിച്ചിട്ടുണ്ട്. ആ ടൗൺ സ്ക്വയറിലേക്ക് മാറാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് രാവിലെ ആയാലും വൈകുന്നേരമായാലും വെയിലായാലും മഴയായാലും അത് രണ്ടും ഒരുപോലെ ബാധിക്കുന്ന ഒരു സ്ഥിതി ഉള്ളത് കൊണ്ടാണ് പലരും അങ്ങോട്ട് മാറാത്തത്. അത് നമ്മളൊരു ശീലത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ കാലങ്ങളായി ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ പരിപാടി നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് പരിപാടികൾ അങ്ങോട്ട് മാറ്റുമ്പോൾ ആളുകളുടെ ബാഹുല്യം കുറയുമോ, ആളുകളുടെ എണ്ണം കുറയുമോ എന്നുള്ള ഭയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എങ്കിൽ പോലും അതിന് ഒരു മേൽക്കൂര നിർമ്മിക്കുകയും അതൊരു മീറ്റിംഗ് നടത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ നമുക്ക് എല്ലാ പരിപാടികളും അങ്ങോട്ട് മാറ്റാൻ സാധിക്കും. അവിടെ നമുക്ക് നല്ല പരിപാടികൾ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലം അവിടെയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ മിനിസ്റ്ററുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു ആയിരുന്ന കാലഘട്ടത്തിൽ അതിമനോഹരമായ 1-2 പരിപാടികൾ അവിടെ നടത്തിയിരുന്നു. അങ്ങനെയാണ് ആ സ്ഥലം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന രീതിയിലേക്ക് നഗരസഭയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. പക്ഷെ അതിനുശേഷം അവിടെ വേണ്ടത്ര നമ്മുടെ ടൗൺ സ്ക്വയറിൻ്റെ ആ ഉദ്ഘാടനത്തിന് ശേഷം വേണ്ടത്ര പരിപാടികൾ അവിടെ നടത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി മുതലുള്ള വലിയ പരിപാടികൾ അങ്ങോട്ട് മാറ്റുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ശ്രീകണ്ഠപുരത്ത് ബസ് സ്റ്റാൻഡിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ പോഷക സംഘടനകളും തയ്യാറല്ല. അതുകൊണ്ട് പാർട്ടി എല്ലാ പോഷക സംഘടനകൾക്കും യുവജന വിഭാഗത്തിനും ഒക്കെ ഒരു നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇനി മുതൽ അങ്ങോട്ടുള്ള പരിപാടികൾ നമ്മുടെ ടൗൺ സ്ക്വയറിലേക്ക് മാറ്റി ബസ് സ്റ്റാൻഡ് സുഗമമായി യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ വ്യാപാരികൾക്കും ഉള്ളതാണ് എന്ന രീതിയിലേക്ക് മാറ്റും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശ്രീകണ്ഠപുരം നഗരസഭയുടെ ആസ്ഥാനമാണ് ശ്രീകണ്ഠപുരം പട്ടണം. ഈ പട്ടണം മുഴുപിടിപ്പിക്കുന്നതിന് കേരളത്തിലെ ഗവൺമെൻറ് 5 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തുകയും അതിൻ്റെ നിർവഹണം ഇതിനകം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ടൗണിൻ്റെ എല്ലാ ഭാഗത്തും വൈദ്യുത ദീപങ്ങൾ സ്ഥാപിക്കുകയും ഫുട്പാത്തുകൾ സ്ഥാപിക്കുകയും ടൗൺ ആകെ മൂടി പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന കൂട്ടൂർ പാലത്തിന് സമീപത്തുള്ള ഭാഗത്ത് ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മിക്കുകയുണ്ടായി. മുമ്പ് അവിടെ ഒരു കുടുംബം താമസിച്ചിരുന്നു. 2008 അന്നത്തെ ഗ്രാമപഞ്ചായത്താണ് ആ കുടുംബത്തെ പഴയങ്ങാടിൽ 1/2 ഏക്കർ സ്ഥലവും ഒരു വീടും നിർമ്മിച്ച് ഇവിടെ നിന്ന് പുനരധിവസിപ്പിച്ചത്. അങ്ങനെ ചെയ്യുമ്പോൾ അന്ന് ഗ്രാമപഞ്ചായത്ത് കണ്ടത് പുഴയോരത്ത് നല്ലൊരു പൂന്തോട്ടവും അതിനോട് ചേർന്ന് പൊതുപരിപാടികൾ നടത്താൻ അനുയോജ്യമായ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നതാണ്. ഏതാണ്ട് അതാണ് ഇപ്പോൾ സാധ്യതമായിട്ടുള്ളത്. പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇതേവരെ അവിടെ പൊതുപരിപാടികൾ നടത്തുന്ന നില കൈവരിച്ചിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പാണ് അതിൻ്റെ നടപടികൾ നീക്കേണ്ടത്. കഴിവതും വേഗത്തിൽ അവിടെ പൊതുപരിപാടികളാകെ സംഘടിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ക്രമീകരണം ഉണ്ടാക്കാനും ജനങ്ങൾക്കാകെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ആ ഓഡിറ്റോറിയത്തെ ഉപയോഗപ്പെടുത്താനും കഴിയണമെന്നാണ് CPM അഭിപ്രായപ്പെടുന്നത്. ബസ് സ്റ്റാൻഡിൽ പരിപാടി വെക്കുമ്പോൾ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും അത് കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതിനു കൂടിയുള്ള പരിഹാരമാണ്
ഈ PWDയുടെ സ്ഥലത്ത് കേരള ഗവൺമെൻറ് നിർമ്മിച്ചിട്ടുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയം പ്രവൃത്തി പദത്തിലെത്തിക്കുന്നത്. അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടി നേതൃത്വം ബസ് സ്റ്റാൻഡിൻ്റെ പരിമിതികൾ ഉൾക്കൊണ്ട് സർക്കാർ ഫണ്ടിൽ നടപ്പിലാക്കിയ ടൗൺ സ്ക്വയറിനെ ഉപയോഗപ്പെടുത്താൻ തയ്യാറാകാത്ത പക്ഷം പൊതുപരിപാടികളെ ഉൾക്കൊള്ളാൻ വീർപ്പുമുട്ടുന്ന ശ്രീകണ്ഠപുരം ടൗണിന് ഇനി എന്നാണ് ശാപമോക്ഷം ഉണ്ടാവുക?